ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഹോട്ടലിൽ ലീവായതുകൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഡേ ഒന്നുമല്ല, നമ്മൾ ഉച്ചക്ക് നമ്മൾ ഹോട്ടലില്ലാത്ത ടൈം എങ്ങനെയാണെന്നുള്ള നമ്മളതെല്ലാം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. മക്കളെയെല്ലാം സ്കൂളിൽ വിട്ടതിന് ശേഷം പിന്നെ ഞാൻ ആദ്യം കുറച്ച് സമയം കിടന്നു. പിന്നെ എണീച്ചതിന് ശേഷമാണ് ബാക്കി പരിപാടികളെല്ലാം നോക്കൽ. അപ്പോൾ ഞാനും സൂര്യനും തമ്മിലുള്ള ആത്മബന്ധം വളരെ കുറവായത് കൊണ്ട് തന്നെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറവാണ്. അപ്പം ഞാൻ കരുതി ഒന്ന് ആത്മബന്ധം പുതുക്കിയേക്കാമെന്ന് വിചാരിച്ച് കുറച്ച് സൂര്യവെളിച്ചെല്ലാം കൊള്ളാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അപ്പം അമ്മ പറഞ്ഞു എൻ്റെ മെയിൻ ഐറ്റമായിട്ടുള്ള മീൻ മുട്ടയുണ്ടായിരുന്നു, അതുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. അമ്മ ബാക്കിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പം പിന്നെ ഞാൻ അത് ഉണ്ടാക്കി സഹായിച്ചേക്കാമെന്ന് വിചാരിച്ച് അതുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം നമ്മൾ മീൻമുട്ടേനെ നല്ല മസാലയെല്ലാം തേച്ച് കുളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതായത് മുളക്, മഞ്ഞൾ, ഉപ്പ്, കാര്യമായിട്ടുള്ള മസാലകളൊന്നുമില്ല. ഇതെല്ലാം ഇട്ട് അങ്ങ് മേക്കപ്പ് ഇട്ട് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിനിടയിൽ ഞാൻ കൂന്തൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിനെ മൈൻഡേ കണ്ടി നിൽക്കാൻ പാടില്ലല്ലോ. അങ്ങനെ കൂന്തൽ ഏകദേശം ആവാനായിട്ടുണ്ട്. നമ്മൾ മീൻമുട്ടേനെ അടുപ്പത്തേക്ക് വെക്കുമ്പോഴത്തേക്ക് തന്നെ അങ്ങനെ കൂന്തലിൻ്റെ പരിവെല്ലാം നോക്കി, അതിൻ്റെ ടേസ്റ്റെല്ലാം നോക്കി ഞാൻ ഉണ്ടാക്കിയോണ്ടാണോ എന്നറിയില്ല, എന്തോ ഒരു നല്ല ടേസ്റ്റ്. എന്ത് ചെയ്യാനാ. അതിൻ്റെ എക്സ്പ്രഷൻസാണ് എൻ്റെ മുഖത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, മിന്നി മറയുന്നത്. അങ്ങനെ മീൻമുട്ടേനെ ഡ്രസ്സ് ചെയ്യിക്കാനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന്, അതായത് നമ്മുടെ ഉള്ളി, പച്ചമുളക്, അത് മാത്രമേ വേണ്ടൂ കാര്യമായിട്ട്. അതിൻ്റെ റെസിപ്പി പറഞ്ഞിരുന്നൊന്നുമല്ല. ഉണ്ടാക്കണമെന്ന് തോന്നുന്നവർ ഇത് കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് എന്തുണ്ടെന്ന് നിങ്ങൾ തന്നെ അഭിപ്രായം കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഉള്ളി, പച്ചമുളകെല്ലാം ഇങ്ങനെ കുനുകുനാന്ന് മുറിക്കണം. അപ്പോൾ ഈ മുറിക്കുന്നതിനുള്ള പ്രകടനങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ എൻ്റെ മുഖത്ത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം മുറിച്ച് മസാലയെല്ലാം ചേർത്തിട്ട് നമ്മളെന്ത് ചെയ്യണം, അടുപ്പത്തേക്ക് വെക്കണം. അടുപ്പത്ത് വെച്ചതിന് ശേഷം കാര്യമായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതൊന്ന് വേകാനുള്ള സമയം നമ്മൾ അതിന് കൊടുക്കണം. അതായത് ആർത്തി കാണിക്കരുത്, തിരക്ക് കാണിക്കരുത്. നമ്മൾ എല്ലാം പയ്യെ തിന്നാൽ പയ്യെ തിന്നാന്നാണല്ലോ. അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതൊന്ന് കുറച്ച് വെന്ത് വന്നാൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ടേസ്റ്റ് കുറച്ച് കൂടാൻ വേണ്ടി നമുക്കൊന്ന് ചിക്കൻ മസാലയെല്ലാം ആഡ് ചെയ്യാം. അതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക. ഇളക്കുക. ഈ കടുവറ എന്ന് പറഞ്ഞ പോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി കുറച്ചൊന്നത് വെന്തിട്ടാകുമ്പോഴാണ് നമ്മുടേതാ ഈ കുട്ടപ്പന്മാരെ നമ്മൾ അതിനകത്തേക്ക് ഇടണം. അത് ഇട്ടതിന് ശേഷം പിന്നെ കൂടുതൽ ഇളക്കാൻ പാടില്ല. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുമ്പോഴത്തേക്ക് ഈ പരുവത്തിൽ കിട്ടണമെന്നില്ല. കോഴി ചെള്ളിപ്പാത്തിയ പോലെ ആയിരിക്കും പിന്നെ ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഇളക്കാതിരിക്കുക. നമ്മളിത് വെച്ചൊന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി. എങ്ങനെയാണ്, ആ ചട്ടി എടുത്തിട്ടൊന്ന് ഇതാക്കിയാൽ മതി. അത് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഈ സ്പൂൺ ഇട്ടിട്ടുള്ള ഇളക്കൽ പരിപാടി അധികം നല്ലതല്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക. അപ്പോൾ അത് വേവുന്നതിനിടയിൽ നമുക്ക് പാത്രങ്ങളെല്ലാം കഴുകി വെക്കാം. ആകെ 2, 3, 5 പാത്രം ഈ വീട്ടിലുള്ളൂ. പക്ഷേ എങ്കിൽ എപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ സിങ്കിലൊരു പാത്രം ഇല്ലാണ്ട് നിൽക്കില്ല. ഇതിനും മാത്രം പാത്രം ഇത് എവിടുന്ന ദൈവം വരുന്നതെന്ന് ഞാൻ വിചാരിക്കലുണ്ട്. അടുക്കള ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ സിങ്കിൽ പാത്രമായിരിക്കും. അപ്പം അങ്ങനെ പാത്രമെല്ലാം കഴുകി തീർത്തിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ മുട്ടയുടെ അടുത്തേക്ക് പോകാം. മീൻ മുട്ടയുടെ അടുത്തേക്ക് നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. സ്മെല്ല് വന്നതെന്ന് വെച്ച് നിങ്ങൾ അപ്പം തന്നെ എടുത്ത് കഴിച്ചേക്കരുത്. വെന്തിട്ടുണ്ടാവില്ല, കുറച്ച് ടൈം എടുക്കണം. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവും മൊത്തത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഈ പരുവത്തിലായി, പക്ഷേ എന്നാലും കുറച്ചും കൂടെ ആവാനുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവ് വേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം. അതാകുമ്പോൾ നമുക്ക് കുറച്ച് എനർജിയും കിട്ടും. നമുക്ക് അത് വേകുന്നത് വരെ എന്തെങ്കിലും ചെയ്യണ്ടേ, അപ്പോൾ ടൈമും പോവും. അങ്ങനെ വെള്ളമെല്ലാം കുടിച്ച് കഴിഞ്ഞ് ഏകദേശം ഇത് കുറച്ചും കൂടെ ഒന്നാവണം. വെറുതെ ഇതിൻ്റെ മണ്ടക്ക് തന്നെ നിന്ന് കഴിഞ്ഞാൽ ഞാനായതുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് ചിലപ്പം എടുത്ത് കഴിച്ചു പോയാലോ, ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് നോക്കിയാൽ തന്നെ ചിലപ്പോൾ തീർന്നു പോകും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, കുറച്ച് വല്ല ഉപ്പോ മുളകോ എന്താ പറയുക, അതൊക്കെ കുറവുണ്ടോ നോക്കാൻ വേണ്ടി ഒരിത്തിരി മാത്രം ടേസ്റ്റ് നോക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഉപ്പെല്ലാം ചേർത്ത് കുറച്ചും കൂടെ വേകാൻ വേണ്ടിയിട്ട് ആളെ തന്നെ വെച്ചു. അടച്ചങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതാ ഏകദേശം ഈ പരിവായിട്ടുണ്ട്. എന്നാലും ഒരു ഇത്തിരിയും കൂടി വേണം. അപ്പം ആ സമയം നമുക്കൊന്ന് വെറുതെ പുറത്തെല്ലാം ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. എന്തായി അവസ്ഥ, പുറത്തെ കാലാവസ്ഥ എന്താ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഭാവി കാര്യങ്ങളെ പറ്റി ഒന്ന് കൂലങ്കുഷമായി ചിന്തിക്കാനുള്ള സമയം കൂടിയാണിത്. അങ്ങനെ ചിന്തയെല്ലാം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് ഏകദേശം ആയിട്ടുണ്ടായിന്.
പിന്നെ വേറൊന്നും നോക്കിയിട്ടില്ല. ഇതിങ്ങനെ മണം അടിച്ചേർത്തേ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഏകദേശം ചോറ് കഴിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ആക്കിയിട്ട് വേഗം ഫുഡ് കഴിക്കാനുള്ള തത്രപ്പാടിലാണ് ഉണ്ടായത്. അപ്പോൾ കുറേ നേരമായിട്ട് ഇതിൻ്റെ മണം എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഏകദേശം എല്ലാം ആയ സ്ഥിതിക്ക് ഞാനെന്നാൽ പോയിട്ട് ചോറ് കഴിച്ചേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ.